നമ്മുടെ സ്വിഫ്റ്റിലേക്കുള്ള ഒരു മാരകമായ ഒരു അപ്ഡേഷനാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോണത്. നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന ഈ ഒരു ചെറിയ സബ് മാറ്റിയിട്ട് നമ്മുടെ JBLന്റെ 1300ന്റെ ഒരു അടിപൊളി സബ് നമ്മുടെ സ്വിഫ്റ്റിലേക്ക് നമ്മൾ ചെയ്യാൻ പോവാണ്. അതിന്റെ ആംപ്ലിഫയറും കാര്യങ്ങളും എല്ലാം ചേർത്തുകൊണ്ട് ഒരു അടിപൊളി വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചെറിയ സബ്ബാണ് നമ്മുടെ വണ്ടിയിൽ ഇരുന്നത്. ഇതൊരു 8 ഇഞ്ചിന്റെ ഒരു സബ്ബാണ് കേട്ടോ. ഒരു 8 ഇഞ്ച് നമ്മുടെ 800 ഇരുന്ന സബ്ബാണ്. ആ ഒരു സബ് ഞാൻ നമ്മുടെ സ്വിഫ്റ്റ് ആണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സബ് നമ്മുടെ ഈ ഒരു നമ്മുടെ സ്വിഫ്റ്റിലേക്ക് നമ്മൾ ചെയ്തതാണ് കേട്ടോ. ഇതിപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാട്ടോ നമ്മളിത് ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കപ്ലറാണ്. ഈ ഒരു കപ്ലർ നേരെ വിടിയിച്ചിട്ട് നമുക്കിത് ഈ 2 പിന്നോട് ഊരിക്കഴിഞ്ഞാൽ നമ്മുടെ സബ് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ഊരി മാറ്റാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. കാരണം ഒരു ആവശ്യം നമ്മുടെ ഡിക്കിൽ എന്തെങ്കിലും സാധനം കയറേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കപ്ലറാക്കി ഇട്ടിരിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ സബിലൊക്കെ ഇതേ പുറകിലായിട്ട് നിങ്ങൾക്ക് ഒരു ആംപ്ലിഫയർ കാണാൻ പറ്റും. എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആംപ്ലിഫയർ ഒന്നും മേടിക്കേണ്ട. ഇത് നേരെ നമ്മുടെ പവർ സപ്ലൈയിലോട്ട് കൊടുത്താൽ മതി, വർക്ക് ചെയ്യും. പക്ഷെ നമ്മൾ JBL പോലുള്ള വലിയ പവർഫുൾ ആയിട്ടുള്ള സബ് വെക്കുമ്പോഴത്തേക്കും നമുക്ക് എക്സ്ട്രാ ആംപ്ലിഫയർ വേണം. അപ്പോൾ വേൾടെക് ബ്രാൻഡിൽ വരുന്ന 1 ഇയർ വാറന്റിയോട് കൂടി വരുന്ന ഈ ഒരു ആംപ്ലിഫയർ ആണ് നമ്മുടെ സബ് ഊഫറിന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാണിക്കുന്ന ആംപ്ലിഫയറും നമ്മൾ നേരത്തെ കണ്ട JBLന്റെ സബ് ഊഫറും ബാസ്റ്റും എന്ന് വേണ്ട എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഫുൾ ഡീറ്റെയിൽസ് ഇട്ട് തരാം. ഓൾ കേരള നമുക്ക് കൊറിയർ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ വരുന്നത്. ജസ്റ്റ് ഞാൻ പൊക്കി കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. ഈ കാണുന്ന നമ്മുടെ വാറണ്ടി കാർഡാണ് കേട്ടോ. നല്ല അടിപൊളി, നോക്കിയേ, ഫൈബറിലൊക്കെ ചെയ്തിട്ടുള്ള കലക്കം വാറണ്ടി കാർഡ്. പിന്നെ നമ്മുടെ ഫിറ്റിങ്സും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ അകത്ത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ വരുന്നത്. നല്ലൊരു പ്രീമിയം ലുക്കുള്ള അടിപൊളി സാധനമാണ് കേട്ടോ. നോക്കിയേ, എന്നാ ഫിനിഷിംഗ് ആണെന്ന് നോക്കിയേ, പക്കാ പ്രീമിയം സാധനം. പിന്നെ അത് നമ്മുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിത് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കാനുള്ള ഒരു സംഭവങ്ങളൊക്കെ ആട്ടോ. ഇത് നമ്മൾ നോബും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ കണക്ഷൻസ് കാര്യങ്ങൾ ഇവിടെയാണ് കേട്ടോ വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ വയറിങ് വരുന്നത്. ഇത് ഗ്രൗണ്ടാണ്, REM പോസിറ്റീവ്. അപ്പോൾ ഇത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫ്യൂസാണ് വരുന്നത്. ഇത് എന്തെങ്കിലും ഒരു ഷോർട്ടോ കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ ഈ ഫ്യൂസ് അങ്ങ് പോകും. ഓക്കെ, പിന്നെ നമ്മുടെ ഇവിടെ കാണുന്ന നമ്മുടെ ലൈനാണ്, നമ്മുടെ സബ് ഊഫർ കൊടുക്കാനുള്ള ലൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ആംപ്ലിഫയറിൽ വരുന്നത്. നമ്മുടെ വണ്ടിയിൽ സബ് ഊഫർ വെക്കാനായിട്ട് നമ്മൾ ഇതിന് മുന്നേ തന്നെ ഒരു വയറിംഗ് കിറ്റ് ഇതിൻ്റെ അത് വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സബ് ഊഫർ വെക്കുന്നവർ നിർബന്ധമായും വയറിംഗ് കിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ വണ്ടിയിൽ സബ് ഊഫർ വെക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇതിന് മുന്നേ സബ് ഊഫർ വയറിംഗ് കിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ബാറ്ററി പോസിറ്റീവ് ആണ്. അതായത് എപ്പോഴും ഈ ലൈനിൽ ബാറ്ററി ഉണ്ടാവും. അത് പോസിറ്റീവ് ലൈൻ ഉണ്ടാവും. ജസ്റ്റ് ഇതിന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പാർക്ക് ആവും. കാരണം വെച്ചാൽ ഇതിനകത്ത് എപ്പോഴും ലൈൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ലൈൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിൽ ബാറ്ററിയുടെ അവിടെ നിന്ന് നമ്മളൊരു ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു ലൈൻ നമ്മൾ പുറകോട്ട് വലിച്ചെടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ കാണുന്ന നമ്മുടെ വണ്ടിയുടെ ബോഡി എർത്താണ്, അതായത് ഗ്രൗണ്ട് എന്ന് പറയും. പിന്നെ ഈ കാണുന്നത് REM എന്ന് പറഞ്ഞ ലൈനാണ്. അതായത് നമ്മുടെ വണ്ടിയിലെ സെറ്റ് ഓൺ ആവുന്ന സമയത്ത് നമ്മളൊരു സ്വിച്ച് ഫ്രണ്ട് വെച്ചിട്ടുണ്ട്. ആ സ്വിച്ച് ഇട്ടാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ആംപ്ലിഫയർ ഓൺ ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷം എപ്പോഴും നമ്മുടെ സബ് ഓൺ ആയിരിക്കും. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊന്നും ചിലപ്പോൾ സബിൻ്റെ ആവശ്യമില്ലായിരിക്കും, അവർക്ക് അരോചകമായിരിക്കും. അപ്പോൾ അത് ഓഫ് ചെയ്തിടണമെങ്കിൽ ഈ REM എന്ന് പറഞ്ഞ ലൈൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ഓഫ് ചെയ്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ REM. പിന്നെ ഈ കാണുന്ന 2 വയർ എന്നുള്ളത് സിഗ്നലാണ്, നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ സ്റ്റീരിയോയിൽ നിന്ന് വരുന്ന സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഇത്രയും വയറുകളാണ് ഉള്ളത്. പിന്നെ ഇവിടെ കാണാൻ സാധിക്കും ഈ ആംപ്ലിഫയറിൻ്റെ ഇവിടെ ആയിട്ട് ഇത് കണ്ടോ, 12 വോൾട്ട്, REM, ഗ്രൗണ്ട്. കറുപ്പ് നമ്മുടെ ഗ്രൗണ്ടിൽ കൊടുക്കുക. REM എന്നുള്ളത് നമ്മുടെ ആ ചെറിയ വയർ ഇവിടെ കൊടുക്കുക. 12 വോൾട്ട് പോസിറ്റീവ് നമ്മുടെ നേരത്തെ കണ്ട നീല വയർ ഇവിടെ കൊടുക്കുക. അതാണ് നമ്മുടെ കണക്ഷൻ. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൽ ഗ്രൗണ്ടും REM-ഉം പോസിറ്റീവും കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ സബ് കൊടുക്കാനുള്ള പോയിന്റ് ആണ് ഇവിടെ കാണുന്നത്. ബാക്കിലായിട്ട് നമ്മുടെ സിഗ്നലിന്റെ വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ JBLന്റെ 1300 വാട്ട്സിന്റെ നമ്മുടെ സബ്ബാണ് എടുത്തിരിക്കുന്നത്. ഇതിന് 1300 വാട്ട്സ് എന്ന് പറയുന്നത് PMBO വാട്ട്സ് ആണ്. ഏകദേശം ഒരു 300 ആ റേഞ്ചൊക്കെ നമുക്ക് ഇതിൻ്റെ RMS പ്രതീക്ഷ മതി. ബാക്കിലായിട്ട് ഈ ഒരു ബോക്സ് കാണാൻ സാധിക്കും. നമ്മൾ ക്ലിപ്പ് ടൈപ്പ് ബാസ് ട്യൂബാണ് നമ്മുടെ വണ്ടിയിലേക്ക് വെക്കാൻ പോണത് കേട്ടോ. ഈ ഒരു ആംപ്ലിഫയറിൽ ഒന്നെങ്കിൽ നമുക്ക് 2 സ്പീക്കർ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു സബ് കൊടുക്കാം. സബ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കണം. സ്പീക്കർ ആണെങ്കിൽ നമ്മൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ഇവിടെയും കൊടുക്കും. പക്ഷേ നമ്മൾ സബ് കൊടുക്കുമ്പോഴത്തേക്കും പോസിറ്റീവ് ഇവിടെയും നെഗറ്റീവ് ഇവിടെയും കൊടുക്കും. അതിനാണ് ബ്രിഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ വണ്ടിയിൽ അങ്ങനെ JBL നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഫുള്ള് ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം കാണിച്ചിട്ടുണ്ട്. അതെ, പാട്ടിട്ട് കഴിയുമ്പോൾ ഈ ഒരു സ്ഥലത്തേക്കൊന്ന് നോക്കിയേക്കണേ കേട്ടോ. ഓക്കെ, പാട്ട് പ്ലേ ചെയ്തേക്കാം.
ഇത് നോക്കിക്കേ. ഓയ്യോ, ദേ നോക്കിക്കേ. എന്റെ മോനെ വിഷയ സാധനം കേട്ടോ. ഓ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്കോ നിങ്ങളുടെ വണ്ടിയിലേക്കോ നല്ലൊരു സബ്ബോ അല്ലെങ്കിൽ നല്ലൊരു ആംപ്ലിഫയറോ ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തെ നമ്മുടെ ടി സി ഹബിനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിത് എടുത്ത് നമ്മുടെ സ്വന്തം, അതായത് എൻ്റെ സ്വന്തം സ്റ്റോറായിട്ടുള്ള ടി സി ഹബിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ബഡ്ജറ്റിൽ, നല്ല ഏറ്റവും ബെസ്റ്റ് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ആംപ്ലിഫയറും സബ്ബും എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. 12 ഇഞ്ച് മാത്രമല്ല, 10 ഇഞ്ചുണ്ട്, 8 ഇഞ്ചുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ബഡ്ജറ്റ് ഉള്ളത് അതനുസരിച്ചുള്ള എല്ലാ ആംപ്ലിഫയറും സബ്ബും എല്ലാം നമ്മുടെ അവൈലബിൾ ആണ്. സ്ക്രീനിൽ പലതവണ നമ്മുടെ ടി സി ഹബിൻ്റെ നമ്പർ പോയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് കഴിയാം. കൃത്യമായിട്ട് തന്നെ നമുക്ക് കേരളത്തിൽ എവിടെ ആണെങ്കിലും കൊറിയർ വഴി നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോകൾ കിട്ടാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു കലക്കം വീഡിയോ ആയിട്ട് കാണാം. ബൈ.